എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഒരു കവറാണ്. അപ്പോൾ ഈ കവർ കൊണ്ട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സുകൾ, അതായത് അലസമായിട്ട് കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കവറുകളാട്ടോ. ഇതിൽ 8 കവറാണുള്ളത്. ഒരു രണ്ടെണ്ണം ഒരു സൈസ്, വേറെ രണ്ടെണ്ണം വേറൊരു സൈസ്, അങ്ങനെ 8 കവറാണുള്ളത്. നമുക്ക് ഈ കവറ് അതിൽ സാധനങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണ്. അപ്പോൾ ഇത് എൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കബോർഡിലൊക്കെ കുറേ തുണികൾ നമ്മളിങ്ങനെ വാരി ഇട്ടിട്ടുണ്ടാവില്ലേ, അത് നമുക്ക് നന്നായിട്ട് ഒതുക്കി വെക്കാം. അപ്പോൾ അത് കാണിച്ചു തരാൻ കണ്ട ഇതിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇതിനിങ്ങനെ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വലിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവറ് അടഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ കവറിപ്പോൾ അടഞ്ഞിട്ടായിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കൊരു ഹോളുണ്ട്. ആ ഹോളിനൊരു ടോപ്പുണ്ട്. ആ ടോപ്പിൽ ഈ സാധനം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എയറൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഈ സൈക്കിളിൻ്റെ ഒക്കെ ഇതിനൊക്കെ കാറ്റടിക്കൂലേ, അതേപോലെ നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ എയറൊക്കെ പുറത്തേക്ക് പോരും. അങ്ങനെ ചുളിഞ്ഞ് ഇതേപോലെ കിടക്കും കേട്ടോ. ഒരു കുറച്ച് നേരത്തെ പരിപാടി ഉണ്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കണ്ടോ, നല്ലോണം ചുളിഞ്ഞിട്ട് നല്ല ഒരു കുറച്ച് എന്താ പറയുക, നല്ല സ്ഥലങ്ങൾ നമുക്ക് കിട്ടും ഈ കവറിൻ്റെ ഉള്ളിലാവുമ്പോൾ. നമുക്ക് എന്താ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കണമെന്ന് അറിയാനും പറ്റും. ഇനി ഇത് അതിൻ്റെ ടോപ്പ് ഒന്ന് അടച്ചു വെക്കാം. കണ്ടോ, നമുക്ക് നല്ല സാധനം, എന്താ എത്ര വലിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ഒതുക്കിയെടുത്തേക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കബോർഡിൽ കുറേ സ്പേസും കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അത് തുറക്കുമ്പോൾ കണ്ടോ, അതേപോലെ കവർ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ മടക്കി വെച്ച ടർക്കിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അതേപോലെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലിട്ട് വെക്കട്ടോ. ഇനി നമ്മൾ ഇട്ട് വെക്കുന്നത് ഒരു കംഫർട്ടാണ്. കംഫർട്ട് നിങ്ങൾക്കറിയാം ഏകദേശം നല്ല വലിപ്പമുണ്ടാവും. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ടോപ്പ് എടുക്കണം. അതേപോലെ മറ്റേ ആ സുന കൊണ്ട് അതിൻ്റെ അത് മൂടി അടച്ചു വെക്കും വേണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവറിൻ്റെ വായുഭാഗം അടഞ്ഞിരിക്കും. മെല്ലെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി അത് തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് തന്നെയാണ് തുറക്കേണ്ടത്. നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. ഇനി ഈ ഒരു ട്യൂബ് വെച്ചിട്ട് അതിൻ്റെ ആ മൂടി തുറക്കുക. മൂടി തുറന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ അതിൻ്റെ എയറൊക്കെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നല്ലോണം ടൈറ്റ് ആക്കുക. അതിന് ശേഷം അങ്ങനെ എയർ വലിച്ചെടുക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ കിടക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഒരു 5-8 കവറുള്ളത് കാരണം ഓരോരുത്തർക്കും ഓരോ കവറിലാക്കിയിട്ട് അവനവൻ്റെ ഡ്രസ്സുകൾ സൂക്ഷിച്ച് വെക്കുക. പൊടിയാവില്ല. ഏതൊക്കെ ഡ്രസ്സാണ് ഏതിലൊക്കെ വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ വെള്ള കവറായത് കാരണം എന്തെല്ലാം മടക്കി വെച്ചിരിക്കുന്നു. മറ്റേ നമ്മൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് വലിച്ചിടണ്ടേ. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഈ കവറെടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരുടെ ഡ്രസ്സും ഏതിലാണ് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനും ഉപരി നമുക്ക് പൊടിയാവില്ല. പിന്നെ അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്കത് കിട്ടും ചെയ്യും. പിന്നെ വീണ്ടും ഒന്നും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അതായത് അലക്കി കൊടുന്ന് വെക്കുന്ന അവൻ്റെ ബെഡ്ഷീറ്റുകൾ, പിന്നെ തലയണ കവർ, അങ്ങനത്തെ അതൊക്കെ മടക്കി എടുത്ത് വെക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള കവറുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം,
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കബോർഡിൽ വെച്ചിട്ട് കണ്ടോ എത്രയും സ്പേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെ സാധനങ്ങളാണെന്നിട്ട് വ്യക്തമായിട്ട് കാണാനും പറ്റും. അപ്പോൾ കബോർഡിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് ഉണ്ടാവും ചെയ്യും. ഇതാണ് ആദ്യം കബോർഡിൻ്റെ കോലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഞെട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാരി വലിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇട്ടിട്ടാവും ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.